ഈ പി.വി. അൻവറിനെ UDF ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അൻവർ നിലമ്പൂരിൽ തൻ്റെ ഒരു ശക്തി പ്രകടനമാണ് കാഴ്ചവെച്ചത്. അൻവർ ഒരു നിസ്സാരക്കാരനല്ല. അൻവറിനെ യൂസ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും ഒരു വിഭാഗം UDF-നകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഒരു കുന്തമന ഇപ്പോൾ അൻവറാണ്. അൻവറിനെ ചിലർ ഉപയോഗിക്കുന്നുണ്ട്, ചിലർ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നവർ അൻവറിനെ പൊക്കിക്കൊണ്ടുവരികയും തള്ളിക്കളയുന്നവർ അൻവറിനെ വലിച്ച് താത്തുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ മഴ തീർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറയില്ലേ, അതുപോലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീരുമ്പോൾ നിലമ്പൂരും അതിൻ്റെ ചർച്ചയും അൻവറും അവസാനിക്കുമെന്ന് വിചാരിച്ചവർക്ക് തെറ്റിപ്പോയി. അൻവർ ഒരു തുടർക്കഥയായി തുടരുകയാണ്. കാരണം അൻവറിനെ ഏതു വിധത്തിലും ഉപയോഗിക്കാനായിട്ട് ചിലർ UDF-നകത്തുണ്ട്. അൻവറിനെ UDF-നകത്ത് എടുത്താലും പ്രശ്നമാണ്, അൻവറിനെ UDF-ൽ നിന്ന് പുറത്തു നിർത്തിയാലും പ്രശ്നമാണ് എന്നുള്ള വിധത്തിൽ വന്നിരിക്കുന്നത് അൻവർ കാരണമല്ല, UDF-ലെ ചിലർ ചെയ്യുന്നതാണ്, കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾ ചിലർ ചെയ്യുന്നതാണ്. ഇത് മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകുന്ന ആളിന് വഴി തടയാനുള്ള ഒരു ഉപകരണമായി അൻവറിനെ ഉപയോഗിക്കാമെന്നും തനിക്ക് അയാളെ ബൈപ്പാസ് ചെയ്ത് മോളിൽ കയറുന്നതിന് അൻവർ ഒരു ഏണിയോ കോണിയോ ഒക്കെ ആവുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ ഇന്ന് UDF-നകത്തുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കൂട്ടിയാണ് ഒരു പവർ ഇക്വേഷന് ഏറ്റവും നല്ല ഒരു ഉപകരണം ഇപ്പോൾ അൻവറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അൻവർ ഒരു തുടർക്കഥയാണ്, അൻവർ തുടരും. അതാണ് നമുക്ക്. അല്ല, അൻവർ ഒരു നിസ്സാരക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടതല്ലേ? കാരണം 20,000 വോട്ടാണ് അവിടെ നേടിയിരിക്കുന്നത്. 20,000 വോട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് നേടി എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം ചിലർ ചോദിക്കും, അയ്യോ അവിടെ 20,000 നിങ്ങൾ ഇത്ര പോഴുന്നത് എന്തിനാ? ഇവിടെ പല മണ്ഡലത്തിലും പലരിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടില്ലേ? അതല്ല, 20,000 വോട്ട് എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. മറ്റ് പലയിടത്തും ഇലക്ഷൻ നടക്കും. അപ്പോൾ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ചിലർ ജയിക്കും. ചിലർക്ക് ജനങ്ങളിലുള്ള ആ പ്രദേശത്തെ ജനങ്ങളിൽ മാത്രമുള്ള പിന്തുണയുടെ പേരിൽ ചിലർ ജയിക്കും. ചിലർ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി പാർട്ടിയുടെ ആൾക്കാരുടെ വോട്ടോടുകൂടി ജയിച്ചവരുണ്ട്. ചിലർ 5ഉം 10ഉം വർഷമായിട്ട് 5 ടേം വരെ അല്ലെങ്കിൽ 4 ടേം വരെയൊക്കെ MLA ആയി ഇരുന്നിട്ട് പിന്നെ അവിടെ മത്സരിച്ച് ജനപിന്തുണ കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. അൻവറിൽ ഇതെല്ലാം കൂടെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അൻവർ 2 തവണ MLA ആയിരുന്നു. അൻവർ അവിടെ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേക ഒരു താല്പര്യക്കാരനായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ LDF തന്നെ അൻവറിനെ മുസ്ലിം വോട്ടുകൾ നേടാനുള്ള ഒരു ഉപകരണമാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അൻവറിന് അവിടെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വർഗീയമായിട്ട് പറയാതെ തന്നെ വർഗീയതയുടെ ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് നേടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുത്തത് LDF ആണ്. കാരണം LDF-ന് പിടികിട്ട പ്രദേശമായിരുന്നു നിലമ്പൂര്. ആ കുഞ്ഞാലിക്ക് ശേഷം 10-60 വർഷത്തേക്ക് അവിടെ പിന്നെ സ്കോപ്പില്ലാതെ നിന്നപ്പോൾ ആ സ്കോപ്പ് ഉണ്ടാക്കി കൊടുത്തത് അൻവറാണ് 2016 മുതൽ. അപ്പോൾ അതിന് അദ്ദേഹത്തിനൊരു വേറൊരു ഇമേജ് കൂടെ ഉണ്ടാക്കി കൊടുത്തു LDF. ആ ഇമേജ് അദ്ദേഹം പൂർണ്ണമായും യൂസ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം LDF-ൽ വന്നിട്ട് LDF-ൽ കലഹം ഉണ്ടാക്കിയിട്ട് ഞാൻ യഥാർത്ഥ സഖാവായി മാറി. അതാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ. അദ്ദേഹം ധീരനാണ്. അദ്ദേഹത്തിന് ആശയം വ്യക്തമായി പറയാനാണ്. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാന ആശയം പറയാനുള്ള കഴിവെന്നുള്ളതാണ്. താൻ എന്ത് പറയുന്നു, വിഡ്ഢിത്തരമാണെങ്കിൽ പോലും ആ വിഡ്ഢിത്തരത്തിനും ഒരു എസൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളാണ് പലപ്പോഴും വലിയ രാഷ്ട്രീയ നേതാക്കളായിട്ട് മാറുന്നത്. ഇപ്പം ട്രംപ് തന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ട്രംപിനെയും അൻവറിനെയും കൂട്ടിക്കുഴയ്ക്കുകയല്ല. പക്ഷേ നിലവാരം വേറെ ആണെങ്കിൽ പോലും ട്രംപ് എന്തുകൊണ്ട് ട്രംപായി എന്ന് ചോദിച്ചാൽ ട്രംപിന് ചില ട്രംബ്ലിംഗ് മെസ്സേജുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് അതിലോട്ട് ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അമേരിക്ക പിന്നോട്ട് പോകുന്നത്? ഇവിടെ കുറേ ഇങ്ങനെ നടക്കുന്ന ഒരു പിന്നെ പ്രസിഡന്റ് ഒന്നും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിക്സഡ് ഇതിലുള്ള ഒരു വനിത വന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ രാജ്യം ഒന്നും നന്നാക്കാൻ പോണില്ല, ഇവിടെ ഒരു അമേരിക്കക്കാരൻ വരണം, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയാൻ പറ്റണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്ത് ജനങ്ങൾ കൈയടിച്ച് വോട്ടും ചെയ്തു. വോട്ട് ചെയ്തപ്പോഴാണ് തനിനിറം മനസ്സിലായത്. ഇപ്പോൾ ആളുകൾ പശ്ചാത്തപിക്കുന്നുണ്ട്, ട്രംപ് വന്നാൽ ഇനി എന്ത് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലെയാണ് രാഷ്ട്രീയത്തിൽ ചിലർക്ക് ആ വിധ കഴിവുകൾ അൻവറിന് ഭയങ്കരമാണ്. ജനങ്ങളെ കയ്യിലെടുക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. ഇപ്പോൾ വന്യജീവി പ്രശ്നം ഇവിടെ എത്രയോ നാളായിട്ടുണ്ട്. പക്ഷേ അൻവർ തൊട്ടപ്പോൾ വന്യജീവി പ്രശ്നമായി. അദ്ദേഹം 10 പേരെയും കൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു ജാഥ നടത്തിയപ്പം മലയോര കർഷകർക്ക് തോന്നി, അല്ലെങ്കിൽ മലയോരത്ത് ജീവിക്കുന്നവർക്ക് തോന്നി ഇയാൾ നമ്മളുടെ ഒരു പ്രതീകമാണെന്ന്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ സകല കൊള്ളരുതായ്മകളും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഒറ്റ വാക്കിൽ പിണറായിസം എന്ന് പറഞ്ഞത് അതിന് മുമ്പ് ചിലർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനെ പ്രൊജക്റ്റ് ചെയ്തത് അൻവറാണ്. അത് രാഷ്ട്രീയമായി പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എല്ലാ ഇക്വേഷനുകളുടെയും ഒന്നിച്ചു വരുന്ന ഒരു ഒറ്റവാക്കായി. ആ ഒറ്റവാക്കുകൊണ്ട് തന്നെ ഇതുവരെ XYZ എന്ന് പറഞ്ഞ് 10,000 കാര്യങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിക്കണ്ട. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, പിണറായിസം. അന്ന് എനിക്ക് കിട്ടിയ അടിയും ഇന്ന് നിനക്ക് കിട്ടിയ അടിയും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഈ സർക്കാരിൻ്റെ പേരിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാത്തിൻ്റെ ഒറ്റവാക്കായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയും. പിന്നെ സ്വജനപക്ഷവാദം മറ്റേ മറിച്ചൊന്നും പറയേണ്ട ഒറ്റവാക്ക് മരുമോനിസം, മരുമക്കത്തായം, ഇങ്ങനെയൊക്കെ സാധനം പറയുമ്പോൾ ജനത്തിന് സംഗതി ക്ലിയറായി. ഇതുപോലെയുള്ള ചില ആശയങ്ങൾ എടുത്തിടാൻ അൻവറിന് ഭയങ്കര മിടുക്കാണ്. ഇതിനെ ചിലർ യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തനിക്ക് അടിക്കേണ്ടത് ആരാണോ, VD സതീശനാണെങ്കിൽ VD സതീശനെതിരെ അടിക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഉപയോഗിക്കുകയും ഇദ്ദേഹം അടിച്ച് കീറുകയും ചെയ്യും. കതറിട്ട ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സംഗതികൾ അടിച്ച് ഒറ്റയടിക്ക് മറിച്ച് കളയും. മനസ്സിലായില്ലേ? ചിലർക്ക് തോന്നുമ്പോൾ ശരിയാണെന്ന്, സതീശനെ VD സതീശനെ എതിർക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നത് ശരിയാണെന്ന്, അനുകൂലിക്കുന്നവർക്ക് തിരിച്ചും തോന്നാം. പക്ഷേ ഇത് കുറേ നാളിങ്ങനെ പറയുമ്പം ഒരു ഒരു പിന്നെ ഇക്വേഷൻ അവിടെ ഉണ്ടാവും. ആ ഇക്വേഷനിൽ വേറെ ചിലർക്ക് VD സതീശനെ വെട്ടാനുള്ള അവസരം കിട്ടും. ഇതാണ് ഇതിനകത്തെ കളി. അല്ലാതെ അൻവറിന് പിന്നിൽ ലീഗ് കളിക്കുന്നുണ്ടോ? അൻവറിന് പിന്നിൽ കളിക്കാത്ത ആരുമില്ല. അൻവറിന് പിന്നിൽ UDF കളിക്കുന്നുണ്ട്, LDF കളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അൻവർ ഞങ്ങളുടെ കുറെ വോട്ട് പിടിച്ചെന്ന് LDF പറഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ വോട്ട് മറ്റോ പിടിച്ചെന്ന്? അങ്ങനെ പറയുന്നവർ ഈ ജമ്മത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. അതാണ് അൻവറിനെ വെച്ച് LDFും കളിക്കുന്നു, UDFും കളിക്കുന്നു, കളിക്കുന്നു. LDFിന്റെ കളി എന്തായിരിക്കും? അങ്ങനെ LDFിന്റെ കളി ഇങ്ങനെ പിന്നെ കുറെ വോട്ടുകൾ, മുസ്ലിം ലീഗിന്റെ കുറെ വോട്ടുകൾ ഈ അൻവർ പിടിക്കണം, എങ്കിൽ നമുക്ക് എളുപ്പമാകും. ഇപ്പൊ 11,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ പിന്നെ സ്വരാജും പിന്നെ ഷൗക്കത്തും തമ്മിൽ. ഈ 11,000 വോട്ട് 1000 ബൂത്തുകളിൽ 11 വോട്ട് മാറിയാൽ, 11 വോട്ട് വേണ്ട, 5,500 വോട്ട് മാറിയാൽ എന്ന് പറഞ്ഞാൽ 5.5 വോട്ട് ഒരു ബൂത്തിൽ മാറിയാൽ സംഗതി മാറിയില്ലേ? ക്യൂ നിൽക്കുന്നതിൽ 5 പേര് മാറിയാൽ സ്വരാജ് ജയിക്കുമായിരുന്നു. ഇത് വളരെ ഇലക്ഷൻ ഭയങ്കര ഒരു ട്രിക്ക് പിടിച്ച സാധനമാണ്. നമുക്ക് 11,000 വോട്ട് വേണ്ട, അവിടുത്തെ 5,000 വോട്ട് ഇപ്പുറത്തോട്ട് മാറിയാൽ തീർന്നു, ഭൂരിപക്ഷം പോയില്ലേ? അത് ഇപ്പുറത്തോട്ട് കയറുമ്പം എഫക്റ്റ് മാറി. അപ്പോൾ അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ വൈബ്രേഷൻസ് ചിലപ്പോൾ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാനും വലിയ മാറ്റങ്ങൾ വരുത്താനും കഴിയും. അല്ല, ലീഗ് CPM അങ്ങനെ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CPM ഇറക്കിയതല്ല, CPM ഇതൊക്കെ അറിയാം. മനസ്സിലായില്ലേ? ഇപ്പൊ പിന്നെ ഒരു പത്രം ഒരു കാര്യം പറയുമ്പോൾ അവരതിൽ കയറി പിടിക്കും. അതിന്റെ ഉദ്ദേശം ആ പത്രം അവരുടെ കൂടെയാണെന്നല്ല, പത്രത്തിന് പറ്റിയ അബദ്ധമായിരിക്കാം, പത്രത്തിന് പറ്റിയ സുബദ്ധമായിരിക്കാം, അത് വെച്ചിട്ടൊരു കളി കളിക്കും. അപ്പൊ CPM-ന് നഷ്ടം തന്നെയല്ലേ അൻവർ ഇറങ്ങിയത്? CPM-ന് നഷ്ടമാണ്, പക്ഷേ ആ നഷ്ടത്തിനെ ഒരു ലാഭമാക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. കാരണം UDF-ലെ അനിശ്ചിതത്വവും അന്തർശിദ്ധരവും ഉപയോഗിച്ച് അൻവറിനെ ഒരു ഹീറോ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അൻവർ എല്ലായിടത്തും ബദലായിട്ട് ആളെ നിർത്തിയാൽ 1000 വോട്ട് 2000 വോട്ട് മാറിയാൽ മതിയെന്നേ. ഇപ്പൊ 19,000 20,000 ഒന്നും അൻവർ പിടിക്കണ്ട. അൻവറിന് ഹോൾഡുള്ള ഒരു 30-40 സ്ഥലത്ത്, 140 സ്ഥലത്തും വേണ്ട. അപ്പൊ അൻവറിനെ UDF-ൽ എടുക്കാത്തത് മണ്ടത്തരമാണോ? ആ അൻവറിനെ UDF-ൽ എടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അൻവർ പിന്നെ K കരുണാകരനായിരുന്നെങ്കിൽ അൻവറിനെ UDF-ൽ എടുത്ത് ഒരു മൂലക്കിരുത്തി, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം, കൂടുതൽ ബളം വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കിയിരുത്താൻ പിന്നെ K കരുണാകരൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ നേതൃത്വത്തിന് അത് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതിനവർ വേറെ കാര്യങ്ങൾ പറയും. അങ്ങനെ വേണ്ട, ഇത് ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളെല്ലാവരും സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്, കെട്ടിപ്പിടിച്ചാണ് ഞങ്ങൾ ഘടകകക്ഷികളുടെ യോഗം ചേരുന്നത്, ഞങ്ങൾ ഇന്ദിരാഭവനിൽ അങ്ങനെ ഉമ്മ വെച്ചിട്ടാണ് യോഗം ചെയ്യുന്നത്, പക്ഷേ അൻവർ വന്നാൽ ഉമ്മയല്ല, അതിന് പകരം തെറിയായിരിക്കും വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അൻവർ വന്നാൽ ഒരു ചുക്കും സമ്മതിക്കില്ല. അൻവർ വന്നാലും അവിടെ ഇരിക്കും. നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ അൻവറും കെട്ടിപ്പിടിക്കും, നിങ്ങൾ ഉമ്മ കൊടുത്താൽ അൻവറും ഉമ്മ തരും. ഇതൊന്നും അല്ല പ്രശ്നം. അൻവറിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾ ഇന്ന് UDF-ൽ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും അത് പറയുന്നു. K കരുണാകരനായിരുന്നെങ്കിൽ അൻവറിനെ പാട്ടും പാടിയും വിളിച്ചുകൊണ്ടിരുന്നു. ഒരു പക്ഷേ പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ മത്സരിക്കാൻ പോലും സമ്മതിക്കില്ല. അൻവർ മത്സരിക്കട്ടെ എന്ന് അദ്ദേഹം പറയും. കാരണം ഇയാൾ നിയമസഭയിൽ ഇപ്പോൾ ഉടനെ വരണം. അടുത്ത 2-3 പിന്നെ അസംബ്ലിയോ ഉള്ളെങ്കിൽ ആ അസംബ്ലിയിൽ ഇയാൾ കിടന്ന് ഗർജിക്കണം. ഈ സർക്കാരിനെതിരെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലെ ഗർജിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഇയാൾ കിടന്ന് ഗർജിക്കട്ടെ എന്ന് K കരുണാകരൻ വിശ്വസിക്കും. കാരണം എൻ്റെ അലക്കി തേച്ച മുണ്ടും ഷർട്ടും ഒക്കെ എന്തിനാണ് ഞാൻ ചീത്തയാക്കുന്നത്? ഇയാളെ എവിടെ നിന്ന് ചെയ്യിപ്പിച്ച് ഇയാൾ കൊണ്ടുവന്ന് ചീത്ത വിളിക്കട്ടെ എന്ന് വിചാരിക്കാൻ മിടുക്കുള്ള ആളാണ്. അങ്ങനെ ചിന്തിക്കാൻ UDF-നകത്ത് ആരുമില്ല. UDF-നകത്ത് ആരുമില്ല. അവർ സ്വയം പേടിക്കുക. ഇയാൾ വന്ന് എന്നെ കാലുവാരി ഇട്ടാലോ? കരുണാകരനതറിയാം, എന്നെ കാലുവാരിയെ അവനെ ഞാൻ 4 കരണം മറിക്കുന്ന കാലുവാരാൻ എനിക്കറിയാം,
അവൻ്റെ കുടുംബ വീട്ടിൽ പോലും അവനെ കയറ്റാത്ത വിധത്തിലാക്കാൻ എനിക്കറിയാം. ഒന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുണ്ട്, പാരമ്പര്യമുണ്ട്, തെളിയിച്ചിട്ടുണ്ട് കെ.കരുണാകരൻ. അതാണ് കെ.കരുണാകരൻ്റെ പ്രത്യേകത. ഇവിടെ എത്രയോ പേരെ ഹീറോ ആക്കി, എത്രയോ പേരെ സീറോ ആക്കി. രണ്ടിനും കെ.കരുണാകരൻ അറിയാം. ഇന്നിരിക്കുന്ന പലർക്കും ഹീറോ ആക്കാനും അറിയില്ല, സീറോ ആക്കാനും അറിയില്ല. അതാണ് അൻവർ കിടന്ന് വിലസുന്നതിൻ്റെ കാരണം. അൻവർ ഇനിയും വിലസും. കാരണം LDFും UDFും ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി BJP കൂടെ ശ്രമിച്ചാലേ ഉള്ളൂ. BJP മാത്രമേ ഇപ്പം അൻവറിനെ മാറ്റി നിർത്തിയിട്ടുള്ളൂ. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി പൂരം കലക്കിയ പോലെ വേറൊരു രാഷ്ട്രീയ കലക്കൽ ഇവിടെ നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.